Namaskaram Acharyaji. I am firstly grateful for all your teachings and your presence in our lives. ചില ആളുകൾക്ക് വിഡ്ഢിയായി കാണപ്പെടാൻ കഴിയില്ലെന്നും അവർക്ക് എല്ലായ്പ്പോഴും വിവേകമുള്ളവരായി കാണപ്പെടണമെന്നും നിങ്ങൾ പറഞ്ഞിരുന്നു. I am one of those people. എന്നെക്കൊണ്ട് അത് സാധിക്കുന്നില്ല. എന്തെങ്കിലും തെറ്റ് സംഭവിക്കുകയോ എന്തെങ്കിലും വിഡ്ഢിത്തം കാണിക്കുകയോ ചെയ്താൽ അടുത്ത 2-3 ദിവസങ്ങൾ എനിക്ക് മോശമായിരിക്കും. I don't know how to go beyond this thing. നിങ്ങൾക്ക് ഈ ചോദ്യം ചോദിക്കേണ്ടി വരും. നിങ്ങൾക്ക് പ്രശ്നം വിഡ്ഢിയാകുന്നവരാണോ അതോ വിഡ്ഢിയായി കാണപ്പെടുന്നവരാണോ? കാണപ്പെടുന്നതിലാണ്. അല്ലേ? ആരെങ്കിലും അറിയാത്ത എന്തെങ്കിലും വിഡ്ഢിത്തം സംഭവിച്ചാൽ വിഷമം കുറവായിരിക്കുമല്ലോ. തീർച്ചയായും. അല്ലേ? അപ്പോൾ പ്രോബ്ലം സ്റ്റുപ്പിഡിറ്റി അല്ല. പ്രശ്നം ഒരു തരം സ്ലേവറിയാണ്. യൂസിങ് എ ഹാഷ് ഹോൾഡ് പ്രോബ്ലം. പ്രശ്നം നമ്മൾ വിഡ്ഢികളാണ് എന്നതിലല്ല. കാരണം നമ്മൾ അതേ പ്രശ്നം നേരിടും. നമ്മൾ എന്തെങ്കിലും വിവേകം കാണിച്ചിട്ടും ആരും നമ്മളെ പ്രശംസിച്ചില്ലെങ്കിൽ അപ്പോഴും നമുക്ക് വിഷമം തോന്നും. അപ്പോൾ പ്രശ്നം വിഡ്ഢിത്തത്തിൽ ഒതുങ്ങുന്നില്ല, വിവേകത്തിലും പ്രശ്നം വന്നു. ഞാൻ വിവേകം കാണിച്ചു, പക്ഷേ ആരും പ്രശംസിച്ചില്ല. അപ്പോൾ യഥാർത്ഥ പ്രശ്നം എന്തെന്നാൽ മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് എന്തിനാണ്? ആശ്രിതത്വമാണ് പ്രശ്നം. അതിനെയാണ് ഞാൻ അടിമത്തമെന്ന് വിളിക്കുന്നത്. പ്രശ്നം ആശ്രിതത്വമാണ്. എന്തിനാണ് മറ്റുള്ളവരിൽ നിന്ന് നിങ്ങളുടെ പ്രതിച്ഛായ സ്വീകരിക്കുന്നത്? അവർ നമ്മെക്കുറിച്ച് എന്ത് ചിന്തിക്കും, എന്ത് ചിന്തിക്കില്ല എന്ന് ഇത്രയധികം മറ്റുള്ളവരിലേക്ക് നോക്കുന്നത് എന്തിനാണ്? അതെ, ശരിയാണ്. ആവശ്യമില്ലല്ലോ. നിങ്ങളെ വിലയിരുത്തുന്നവർ, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതിച്ഛായ നൽകുന്നവർ, ആരാണ് ആ ആളുകൾ? അവർ ബുദ്ധനാണോ, കൃഷ്ണനാണോ, കബീറാണോ? ആരാണ് ആളുകൾ? അപ്പോൾ അവർ ഇത്ര വലിയവരായി മാറിയോ? നിങ്ങൾ അവരുടെ നേർക്ക് നോക്കുകയും ഇവർ എനിക്ക് അതെ എന്ന് പറഞ്ഞാൽ ഞാൻ നല്ലവൾ, ഇവർ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ മോശമെന്ന് ചിന്തിക്കുകയും ചെയ്യാൻ അവരിൽ ഇത്ര വലിയ കാര്യം എന്താണുള്ളത്? അവരിലുള്ളതൊന്നും നിങ്ങളിലില്ലേ? നിങ്ങൾ ആരാണെന്നും എങ്ങനെയെന്നും അവർക്ക് നിങ്ങളോട് പറയാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് സ്വയം നോക്കി നിങ്ങൾ ആരാണെന്നും എങ്ങനെയെന്നും മെച്ചപ്പെടുത്തി പറയാൻ കഴിയില്ലേ? അപ്പോൾ പിന്നെ എന്തിനാണ് മറ്റൊരാളുടെ മുഖത്തേക്ക് നോക്കുന്നത്? മറ്റൊരാളെ ആശ്രയിക്കുന്നത് എന്തിനാണ്?